നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിലെ സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനം സംബന്ധിച്ച എക്സ്ക്ലൂസീവാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലേക്ക് കടക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്നും അകന്ന് എത്ര ദൂരത്തായാലും വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ സീറോ മലബാർ സഭ അംഗങ്ങളുടെ പങ്ക് ശ്ലാഘനീയമാണെന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പറഞ്ഞു. അയർലൻഡിലെ നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന അയർലൻഡ് സീറോ മലബാർ സഭയുടെ ദേശീയ നോക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചു നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ. നോക്ക് തീർത്ഥാടനം അമ്മയുടെ മടിയിലേക്കുള്ള മക്കളുടെ മടക്കമാണെന്നും കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പറഞ്ഞു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നോക്കിലെ പ്രത്യക്ഷീകരണത്തിന്റെ ചരിത്ര പശ്ചാത്തലവും ദൈവശാസ്ത്രപരമായ പ്രസക്തിയും കർദിനാൾ വിശദീകരിച്ചു. ഒരു വ്യക്തിയുടെ പ്രത്യക്ഷീകരണത്തെക്കാൾ ഉപരി നമ്മുടെ അമ്മയായ തിരുസഭയുടെ ത്രിതല യാഥാർത്ഥ്യങ്ങളുടെ ഐക്യത്തെപ്പറ്റിയുള്ള ഉജ്ജ്വലമായ സാക്ഷ്യമായിരുന്നു നോക്ക് പ്രത്യക്ഷീകരണം എന്നും പറഞ്ഞു. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന തിരുസഭയുടെ സ്വർഗീയ ആരാധനയിലേക്ക് പ്രത്യാശയോടെ നീങ്ങാൻ നമ്മെ സഹായിക്കുന്ന ദൈവിക ആഹ്വാനമാണ് ഈ വെളിപാടെന്ന് കർദിനാൾ ഉദ്ബോധിപ്പിച്ചു. അയർലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 7000-ഓളം വിശ്വാസികൾ പങ്കെടുത്ത തീർത്ഥാടനം അത്യന്തം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വിശ്വാസികളാൽ നിറഞ്ഞു നിന്ന നോക്ക് ബസിലിക്കയിൽ അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മുഖ്യ കാർമ്മികനായിരുന്നു. യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത്, അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് മാത്യു ഓലിയക്കാട്ടിൽ, റീജിയണൽ കോർഡിനേറ്റർമാരായ ഫാദർ ആന്റണി പരതേപ്പതിക്കൽ, ഫാദർ ജോസ് ഭരണികുളങ്ങര, ഫാദർ ജിൽസൺ കോക്കണ്ടത്തിൽ എന്നിവരോടൊപ്പം അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 30ഓളം വൈദികർ സഹകാർമ്മികരായി. സഭായോഗം സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാമത്തറയായിരുന്നു തീർത്ഥാടനത്തിന്റെ മാസ്റ്റർ ഓഫ് സെറിമണി. സീറോ മലബാർ സമൂഹം ഐറിഷ് സമൂഹത്തിനും ആരോഗ്യ പരിപാലന മേഖലയിലും ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലും നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് നന്ദി രേഖപ്പെടുത്തി. നോക്ക് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടർ റവറൻഡ് ഫാദർ റിച്ചാർഡ് ഗിബൺസ് വിശ്വാസികളെ സ്വാഗതം ചെയ്തു. ഈ വർഷം അയർലൻഡിലെ വിവിധ കുർബാന സെന്ററുകളിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്ക് കർദിനാൾ വിശുദ്ധ കുർബാന നൽകി. വിവിധ കുർബാന സെന്ററുകളിൽ നിന്നെത്തിയ അൾത്താര ബാലന്മാരും ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുത്തു. വലിയ കുടുംബങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി 6 മക്കളുള്ള ബെൽഫാസ്റ്റിലെ ജോബിൻ ജോസഫ്, അനു ആന്റണി ദമ്പതികളെയും 5 മക്കളുള്ള ഇഞ്ചിക്കോർ സ്വദേശികളായ അനീഷ് ജെയിംസ്, ലൂതിൻ മാത്യു ദമ്പതികളെയും ലിൻഡോ ജോസഫ്, ലിജി ജോസ് ദമ്പതികളെയും, ദ്രോഗഡ സ്വദേശികളായ ജിൻസൺ ജോസഫ്, സ്നോബിയ മരിയ മാത്യു ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ വർഷം അയർലൻഡിലെ ലിവിംഗ് സർട്ട് പരീക്ഷകളിലും നോർത്തേൺ അയർലൻഡിലെ A-ലെവൽ പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലിവിംഗ് സർട്ടിൽ ഐറൻ തെരേസ സോണി ഗിൽക്കണി, ക്രിസ് തോമസ് കോർക്ക്, മെൽവിൻ ദേവസ്യ സാവിയോ താല എന്നിവരും A-ലെവലിൽ സ്വീറ്റി സിന്നി ബെൽഫാസ്റ്റും പുരസ്കാരങ്ങൾക്ക് അർഹരായി. ദേശീയതല ബൈബിൾ ക്വിസ് വിജയികളായ ജോഷ് വർഗീസ് ബ്രേ, ഇവ എൽസ സുമോത് നാസ്, ജോയൽ വർഗീസ് ബ്രേ, ആരൻ ജോബിൻ ലൂക്കൻ, സ്മിത ഷാൻഡോ സോട്സ് എന്നിവരും നാഷണൽ ഗാർഡ് ഫിനാലെയിൽ വിജയികളായ സോട്സ്, വിസ്പെറോ, താല കുർബാന സെന്റർ ടീമുകളും കർദിനാളിൽ നിന്ന് ട്രോഫികൾ ഏറ്റുവാങ്ങി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന വിശ്വാസ പ്രദക്ഷിണം തീർത്ഥാടനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ആത്മീയ അനുഭവങ്ങളിൽ ഒന്നായി മാറി. നൂറുകണക്കിന് മുത്തുകുടകളും പൊൻവെള്ളി കുരിശുകളും കൊടികളും ഏന്തി ആയിരക്കണക്കിന് വിശ്വാസികൾ അയർലൻഡിന്റെ മണ്ണിൽ മാർത്തോമാ നസ്രാണികളുടെ വിശ്വാസ പാരമ്പര്യം അഭിമാനപൂർവ്വം സാക്ഷ്യപ്പെടുത്തി. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പതാകകളുമേന്തി കുഞ്ഞു മിഷനറിമാർ, സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് യുവജനങ്ങൾ, മരിയൻ പതാകകളുമേന്തി മാതൃവേദി അംഗങ്ങൾ, മുത്തുകുടകളേന്തിയ പിതൃവേദി പ്രവർത്തകർ, വിവിധ സെന്ററുകളിൽ നിന്നെത്തിയ അൾത്താര ശുശ്രൂഷകർ, ആദ്യ കുർബാന വേഷത്തിൽ കുട്ടികൾ എന്നിവർ പ്രദക്ഷിണത്തെ വർണ്ണാഭമാക്കി. മാലാഖമാരുടെയും വിശുദ്ധരുടെയും വേഷങ്ങളിലെത്തിയ കുട്ടികൾ പ്രത്യേക ശ്രദ്ധ നേടി. കേരള സഭയിലെ വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളോടൊപ്പം നോക്കിലെ മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥനയോടെ ആരംഭിച്ച പ്രദക്ഷിണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിൽ സമാപിച്ചു. ഡബ്ലിൻ റീജിയൻ കൗൺസിൽ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ദിവ്യകാരുണ്യ ആരാധന, ജപമാല, ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ആത്മീയ സന്ദേശങ്ങൾ, അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യം, ആരാധനാ സ്തുതിഗാനങ്ങളാൽ സമർത്ഥമായ കേരളീയ ഭക്തി പാരമ്പര്യം നിറഞ്ഞ പ്രദക്ഷിണം എന്നിവ തീർത്ഥാടകർക്ക് വേറിട്ട ആത്മീയ അനുഭവമായി. അടുത്ത വർഷത്തെ അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനം 2027 മെയ് 8 നടക്കും. കൂടാതെ എല്ലാ 2ാം ശനിയാഴ്ചകളും നോക്ക് ദേവാലയത്തിൽ സീറോ മലബാർ വിശുദ്ധ കുർബാനയും അനുബന്ധ തിരുക്കർമ്മങ്ങളും പതിവ് പോലെ നടക്കുന്നതായും സംഘാടകർ അറിയിച്ചു. മെയ് 9 ശനിയാഴ്ചയാണ് നോക്കിൽ തീർത്ഥാടനം നടന്നത്. ഇതിന്റെ
വാർത്ത ക്രോഡീകരിച്ചത് ബിജു നടക്കലും ഫോട്ടോ വിവേക് സെബാസ്റ്റ്യൻ ലിമറിക്കുമാണ്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.